രണ്ടാമത് സെറ്റ് ചെയ്തെടുത്ത ഫ്രോഗിൽ പിന്നെ ഒരു മീൻ കൂടി കിട്ടിയിട്ടാ. ആ സെയിം ഫ്രോഗ് ഇതിൽ രണ്ടാമത്തെ മീനാണ്ടാ. കണ്ട ഏകദേശം ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവും. അതിന് പൊക്കത്തോട്ടില്ല. ഇതൊക്കെ നിറച്ച് പുല്ലായതുകൊണ്ട് തന്നെ കാണിക്കാൻ ഇത്തിരി പണിയാണ്. ഇത് കണ്ട അകത്തണ്ടിരിക്കുന്നത് കിട്ടില്ല ഫ്രോഗാണ്. കാരണം റബ്ബറിന് നല്ല ക്വാളിറ്റിയാണ്. നോർമലി കടയിൽ വരുന്ന ഫ്രോഗുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കി വെച്ച മോഡലാണ്. ആ ഒരു ലാറ്റക്സ് മോഡൽ അപ്പം അത്രയും ക്വാളിറ്റിയാണ്. പെട്ടെന്ന് ഡാമേജ് ചെയ്യില്ല. മീനടിച്ചാൽ പെട്ടെന്ന് കീറി പറഞ്ഞൊന്നും പോയൊന്നുമില്ല. ഈ സ്ട്രെച്ച് ചെയ്തേക്കും, വലിഞ്ഞൊലിഞ്ഞിരിക്കും. അപ്പോൾ ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. VMC എടുക്കാണ്ട് കൊടുത്തതാണെങ്കിൽ. ഇതാണ് ആ മീൻ. നാടൻ വരാനുണ്ട കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അടുത്ത് കിട്ടും അങ്ങോട്ട്. ഓക്കെ, ഇത് അങ്ങനത്തെ മൂന്നാമത്തെ മീൻ അടിച്ചിട്ടാണ്. മൂന്നാമത്തെ മീൻ ഏകദേശം ആ സൈസ് തന്നെയാണ്. ഇതിൽ ഒരു 350 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ചുറ്റിലും വെള്ളം ആയതുകൊണ്ട് തന്നെ ഗ്രിപ്പർ ഇട്ടാണ് നിർത്തിയേക്കുന്നത്. കാരണം പിടച്ചതിന് അപ്പുറത്തോട്ട് വെള്ളത്തിൽ പോവും, ഉറപ്പാണ്. ഒറ്റ ഹുക്കുമേനുണ്ട്. ചെന്ന് വീണപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിൽ ഭയങ്കര അട്രാക്ഷനാണ് ഈ മീനുകൾക്ക്. യെല്ലോ കളറ് പിന്നെ റെഡ് കണ്ണാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ടോ, റെഡ് ബ്ലാക്ക് കോംബോ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും കേട്ടോ. അത്രയും വലിയ കണ്ണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത് കിട്ടും അവിടെ. ഇത് കണ്ട ഇപ്പോൾ കിട്ടിയത് ഒരു 4ാമത്തെ മീനുണ്ടാവും. ഇപ്പോൾ കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി വരപ്പുണ്ട്. കുഞ്ഞ് ഗ്യാപ്പിൽ നിന്ന് അടിച്ചാണ്ട് വെള്ളം ഒഴുകണ ഗ്യാപ്പിൽ നിന്ന് അടിച്ചിട്ടാണ് ഈ ഒരു ഫ്രോഗിന്. ഇത് ഏകദേശം 400 പൊക്കത്ത് വില വരുന്ന ഒരു ഫ്രോഗാണത്. പേര് ഞാൻ മറന്നുപോയി. എനിക്കിത് കണ്ടാൽ മനസ്സിലായിരിക്കും. പലരും ഉപയോഗിക്കുന്ന ഫ്രോഗാണ്. ഇതിലാണ് അടിച്ചിട്ടാ. നല്ല അടിയായിരുന്നു ഫ്രോഗാണ്. അപ്പം എൻ്റെ ഫ്രോഗ് ഞാൻ മാറ്റിയിട്ട് അടുത്ത ഫ്രോഗ് ഇട്ടായിരുന്നു. അപ്പോൾ കിട്ടിയതുണ്ടോ. ഓക്കെ, അപ്പം അടുത്ത കിട്ടും നോട്ടെ. ഇപ്പം 4 മീനായിട്ടോ. ഇപ്പം ആ 4 ഇപ്പം അടുപ്പിച്ച് കിട്ടിയത്. ഓക്കെ, ഇപ്പം അടുത്ത് കിട്ടും നോട്ടെ. ഇപ്പം അടുത്ത മീൻ കിട്ടിയിട്ട് 5ാമത്തെ മീൻ കിട്ടി. ഇപ്പം കിട്ടിയതിൽ വെച്ച് ഏറ്റവും ചെമ്പിട്ട് മീനാണ്. ഇത് ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും. 1/2 കിലോന് പൊക്കത്ത് എന്തായാലും ഉണ്ട്. 3/4 കിലോ ഉണ്ട് എന്തായാലും. നല്ല ചെമ്പിട്ട മീനാണ്. ഫൈറ്റ് നല്ലോണം കിട്ടി. നമ്മുടെ ഫ്രോഗ് കിട്ടില്ല കേട്ടോ. ആ കത്താണ് ഫ്രോഗ് ഇരിക്കുന്നത്. ഫ്രോഗ് തെറിച്ച് പോയി. ഹുക്കൊക്കെ പറഞ്ഞു കേട്ടതേ. നമ്മുടെ ഫ്രോഗല്ല, നമ്മൾ വാങ്ങിച്ച ഫ്രോഗാണ്. അവർ 2 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇത് ഇറങ്ങിയ ടൈമിൽ അങ്ങനെ എടുത്താണ്. അതിൽ കിട്ടിയതാണ്. ലെങ്ത്ത് അറിയാൻ വേണ്ടി എടുത്താണ്. എൻ്റെ ഫ്രോഗിൽ ലെങ്ത്ത് അറിയാം. പക്ഷേ എൻ്റെ ലൈൻ 345 LB ആണ് ലൈൻ തന്നെ. അപ്പോൾ അത്തിരി കാസ്റ്റിങ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ലെങ്ത്ത് അറിയാൻ വേണ്ടി എടുത്ത ഫ്രോഗാണത്. ഓക്കെ, ഇത് 5ാമത്തെ മീനാണ്. ഇപ്പോൾ കിട്ടിയ 5ാമത്തെ മീൻ. നമുക്ക് അടുത്ത് കിട്ടുമോ നോക്കാം.